വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ആളുകൾ പറയാറുണ്ട്, ചേച്ചി എന്തൊക്കെ ടിപ്സ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടും പ്രഗ്നൻസി കിട്ടുന്നില്ല. ചേച്ചിയുടെ ടിപ്സ് ആണെങ്കിലും ഡോക്ടർ തരുന്ന മെഡിസിൻസ് ആണെങ്കിലും IVF വരെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ പ്രഗ്നൻസി കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് അവർ അറിയാതെ ചെയ്ത് വെക്കുന്ന കുറച്ച് മിസ്റ്റേക്സിനെ പറ്റിയിട്ട്, അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് എങ്ങനെ കാരണമാകും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഇങ്ങനെ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. ലൈവിൻ്റെ ടൈം ഏകദേശം ഒരു മണിക്ക് ശേഷമുള്ള ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള ടൈം ആയിരിക്കും ലൈവിൻ്റെ ടൈം എന്ന് പറയുന്നത്. നമ്മൾക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇമേജിന് തൊട്ട് സൈഡിൽ തന്നെയായിട്ട് റെഡ് കളറിലെ സർക്കിളായിട്ട് ഫോം ചെയ്തിട്ടുണ്ടാകും ഇമേജിന് ചുറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ലൈവ് ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോ ഡോക്ടർ തരുന്ന ഇൻഫർമേഷനോ പകരമായിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ ഒരു ടിപ്സും ട്രിക്സും ഒന്നും തന്നെ. അതുപോലെ ഇൻഫർമേഷൻസും എന്തെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഡോക്ടറെ പോയി കാണണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഫെയിൻ ഇൻടേക്ക് ആണ് കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, കൂടുതൽ കഫെയിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് പ്രഗ്നൻസി നീണ്ടുപോകാനായിട്ട് ഒരുപാട് കാരണമാകുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യം സ്ത്രീകൾക്ക് എങ്ങനെയാണ് കഫെയിൻ യൂസ് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ സ്ത്രീകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ചിലവർക്കൊരു ഹാബിറ്റ് ഉണ്ട്, കട്ടൻ ചായ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് കുടിക്കുക, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുടിക്കുക, ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും കുടിക്കുക, ഈവനിങ് കുടിക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവർ തന്നെയാണെങ്കിലും കൂടുതലായിട്ട് രാവിലെ കുടിച്ചിട്ട് പോകുന്നു, ഓഫീസിൽ നിന്ന് കുടിക്കുന്നു, ഈവനിങ് കുടിക്കുന്നു, വീട്ടിൽ വന്ന് കുടിക്കുന്നു, അങ്ങനെയൊക്കെ പലതരത്തിൽ കോഫി ഉപയോഗിക്കുന്ന, ടീ ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോർമോൺസിൻ്റെയൊക്കെ പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഓവുലേഷനെയും മെൻസ്ട്രൽ സൈക്കിളിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈസ്ട്രജന്റെ ലെവലിനെ ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ട് ഇതുമൂലം ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ നിങ്ങൾക്കുണ്ടാകുന്നു. ഏത് ദിവസം കൃത്യമായിട്ട് പീരിയഡ്സ് വരും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നിങ്ങളുടെ സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഏത് ദിവസം കൃത്യമായിട്ട് പീരിയഡ്സ് വരുമെന്ന് പറയുന്ന ഒരാൾക്ക് ഏകദേശം ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് തന്നെ ഓവുലേഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇറഗുലർ പീരിയഡ്സ് ആണെങ്കിൽ എഗ്ഗ് വളരുന്നതിനും പൊട്ടുന്നതിനും ഒക്കെ അതിനനുസരിച്ചിട്ട് ലാഗ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരികയും ആ മാസം നമുക്ക് നഷ്ടമായി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ പ്രശ്നമാണ് എഗ്ഗിൻ്റെ ക്വാളിറ്റിനെയും ഡെവലപ്മെൻറ്റിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത തരത്തിൽ ഹോർമോൺസ് ആകുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് എഗ്ഗ് ഗ്രോ ആകുന്നതിനെ, അത് മെച്ചുവറായിട്ട് റപ്ചർ ആകുന്നതിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഈസ്ട്രജനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈസ്ട്രജനും കൂടിയാണ് എഗ്ഗ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഹോർമോൺ. അതിന് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഗ്ഗ് വളരാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. അപ്പോൾ അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉള്ള ആളുകൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു ബുദ്ധിമുട്ട് ഇതിലുണ്ടാകുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ആ ഇംപ്ലാന്റേഷൻ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഫെയിൻ ഉപയോഗിക്കുന്നത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലസന്റയുടെ പെർഫോമൻസിനെ, പ്ലസന്റ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, പ്ലസന്റയിലൂടെ കുഞ്ഞിന് വേണ്ടുന്ന ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിന്റെ ഗ്രോത്ത് നന്നായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ പ്ലസന്റയുടെ പെർഫോമൻസിനെ തന്നെ ഇത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ ഇംപ്ലാന്റേഷൻ അവിടെ ഫെയിൽ ആയിട്ട് പോകും. അപ്പോൾ അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കോഫി കുടിക്കേണ്ടതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു 200 mg പെർ ഡേ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിൽ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ അത് എക്സസ് ആയിട്ടുള്ള കോഫിയുടെ കൺസംഷൻ ആയിരിക്കും. അത് നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം നോക്കുക. 200 mg എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കിപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒരു ഗ്ലാസ് ഉണ്ടാവുമല്ലോ, ആ ഗ്ലാസ്സിന് നിങ്ങൾ കോഫി കുടിച്ചാൽ മതി. പെർ ഡേ നമ്മൾ അത്രയൊക്കെ എടുക്കുന്നതാണ് നല്ലത്. അതല്ലാതെ കൂടുതലായിട്ടുള്ള ഇൻടേക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തത് പുരുഷന്മാരിൽ ഇത് എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. സ്പേമിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കഫെയിൻ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പേമിൻ്റെ കോൺസെൻട്രേഷനെയും കൗണ്ടിനെയും ഇത് സാരമായിട്ട് തന്നെ ബാധിക്കാം കേട്ടോ. ആ സ്വിം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റീനെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മോട്ടിലിറ്റീനെ, സ്വിം ചെയ്ത് പോകാനായിട്ട് ഇതിന് സാധിക്കുന്നില്ല, ഇതിൻ്റെ ഫോർമേഷൻ ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല, ഹെഡും ടെയിലും ഒക്കെ കൃത്യമായിട്ട് ഫോം ആയിട്ടുള്ള ഇല്ലെങ്കിൽ അവിടെ ഡെവലപ്പായി വരുന്ന എംബ്രിയോയ്ക്ക്
അബ്നോർമാലിറ്റീസ് ഉണ്ടാകും, DNA സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകും, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം കേട്ടോ. അപ്പോൾ മോട്ടിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് കാരണമാകുന്നുണ്ട്. ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് സ്ത്രീകൾക്ക് ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ, അതുപോലെ തന്നെ പുരുഷന്മാർക്കും ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അവരുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അറിയാമല്ലോ, പുരുഷന്മാരുടെ പ്രത്യുൽപാദന ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷനെ ഇത് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള സിറ്റുവേഷൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ സ്ത്രീകൾ മാത്രം ഇക്കാര്യം ശ്രദ്ധിച്ചാൽ പോലെ പുരുഷന്മാരെ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നുണ്ട്. എക്സസ് ആയിട്ട് ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇത് സ്പേമിന്റെ DNA ഡാമേജ് വരുത്തുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, DNA ഡാമേജ് ആയിട്ടുള്ള ഒരു സ്പേമോ എഗ്ഗോ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ഡെവലപ്പ് ആവുന്ന എംബ്രിയോയ്ക്ക് ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം. ചിലപ്പോൾ ബോഡി തന്നെ ആ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ മിസ്കാരേജ് നടത്തേണ്ട സിറ്റുവേഷൻസും ബോഡിയിൽ ഉണ്ടാകാം കേട്ടോ. അതൊക്കെയാണ് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കോഫി എക്സസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ തന്നെ പ്രശ്നങ്ങളാണ്. അതായത് നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും. മൊത്തം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയാണ് എക്സസ് ആയിട്ടുള്ള കഫേന്റെ ഇൻടേക്ക് അഫക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഏതിലൊക്കെയാണ് കൂടുതലായിട്ട് കഫേൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം. കോഫിയിലുണ്ട്, അതുപോലെ നമ്മൾ കുടിക്കുന്ന ചായയിലുണ്ട്, പിന്നെ സോഡ ഐറ്റംസ്, എനർജി ഡ്രിങ്ക്സ്, പിന്നെ ചോക്ലേറ്റ്, അതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരുടെ ശരീരത്തിൽ, ഇപ്പോൾ കോഫി കുടിക്കാത്തവരാണെങ്കിലും ചോക്ലേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ കഫേൻ്റെ കണ്ടന്റ് നമുക്ക് ശരീരത്തിലോട്ട് എത്താം കേട്ടോ. ഗ്രീൻ ടീയിലും കഫേൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരുപാട് കൂടുതലായിട്ട് അടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്പിയർമിന്റിന്റെ ടീ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ റാസ്ബെറി ലീഫ് ടീ, അതൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതിൽ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത് രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രഗ്നൻസി ഒരുപാട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഫേൻ്റെ കണ്ടന്റ് അതിലൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ 200 mg ഒക്കെ കോഫി കുടിക്കുന്നുള്ളൂ എങ്കിലും ആ കോഫി കുടിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ ഉഴുന്ന് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ടേസ്റ്റുള്ള ചട്നിയോ അല്ലെങ്കിൽ എന്തൊക്കെയോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഗുണങ്ങൾ കിട്ടുമല്ലോ. ഉഴുന്നിൽ കൂടെ തന്നെ ഉഴുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രഗ്നൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ കൂടെ കോഫി നമ്മളോ ടീയോ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ശരീരത്തിലെ ഗുണങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിന് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിൻ്റെ അബ്സോർപ്ഷൻ അവിടെ നമുക്ക് കുറയുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ ഗുണം കിട്ടാതെ വരും കേട്ടോ. അതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് എപ്പോഴും സ്കിപ്പ് ചെയ്തിട്ട് ടീയോ കോഫിയോ എടുക്കാനായിട്ട് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിവതും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപോ നിങ്ങൾക്ക് കോഫി കുടിക്കാവുന്നതാണ് കേട്ടോ. ടീ ആണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണം ശരീരത്തിലോട്ട് കിട്ടാതെ വരുന്നു. ഇപ്പം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വെള്ളക്കടല, അതുപോലെ ചെറുപയർ, ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ 1 ഗ്ലാസ് ചായ കുടിക്കുവാണെങ്കിൽ ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണം ശരീരത്തിലോട്ട് കിട്ടാതിരിക്കാനും ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കും നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. കഴിവതും ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കാനായിട്ട് നോക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ വരുന്നത് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ചാനലിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് അൺഎക്സ്പ്ലെയിൻ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നുണ്ട് ചേച്ചി, എന്തൊക്കെ ചെയ്തിട്ടും പ്രഗ്നൻസി കിട്ടുന്നില്ല, എല്ലാ ടെസ്റ്റും പക്ഷേ നോർമൽ ആണെന്ന് എല്ലാവരും ഒരു ദിവസം ഒരു 3-4 കമൻറ്റെങ്കിലും ഈ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ നമ്മൾ ഡോക്ടറോട് പറയാൻ വിട്ടു പോകുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേഷൻ വിട്ടു പോകുന്ന ഒരു റീസൺ ആയിരിക്കും ഇത്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മനസ്സിലാക്കി മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഇക്കാര്യങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.